Now let's just compare mean, median and mode. So mean is the mathematical average. Median and mode are positional average. Then mean is based on all observation. Median is the middle term. Mode is the commonly found item. Then mean is capable of further mathematical treatment. Median and mode are not capable of further mathematical treatment. Median and mode are values that are found in the series. Mean is not necessarily be a value that is found in the series. Median and mode can be graphically located. Mean cannot. Median and mode can be obtained by mere inspection, whereas mean cannot. Mean is affected by extreme item. Median and mode are not affected by extreme item. Mode is ill-defined in some cases, whereas median and mean are well-defined in all cases. നമ്മളൊരു കമ്പാരിസൺ ആണ് ഇവിടെ പറഞ്ഞത്. അതെന്താണെന്ന് ഒന്നും കൂടി പറയാം. മീൻ ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. മീഡിയനും മോഡും പൊസിഷണൽ ആവറേജ് ആണ്. ഇനി ഒരു സീരീസിലെ എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് മീൻ. പക്ഷെ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റമാണ്. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ സീരീസിൽ വരുന്ന ഐറ്റമാണ്. മൂന്നാമത്തത് മീൻ എന്ന് പറയുന്നത് നമുക്ക് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് നടത്താം. മീഡിയനും മോഡും അത് പറ്റില്ല. മീഡിയനും മോഡും ആ സീരീസിലുള്ള വാല്യൂസ് തന്നെ ആയിരിക്കും. അരിത്തമെറ്റിക് മീൻ എപ്പോഴും ആ സീരീസിലെ വാല്യൂ ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മീഡിയനെയും മോഡിനെയും ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാം. മീനിനെ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മീഡിയനും മോഡും വെറുതെ ഒരു ഗ്ലാൻസിൽ ഒന്ന് നോക്കിയാൽ ഇത്രാമത്തെ പൊസിഷണലും അതുപോലെ മോസ്റ്റ് കോമൺലി ആണല്ലോ, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മീൻ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സ്ട്രീം ഐറ്റംസ് ഇൻഫ്ലുവൻസ് ചെയ്യും മീനിനെ. മീഡിയനെയും മോഡിനെയും എക്സ്ട്രീം ഐറ്റംസ് ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് നിർബന്ധമല്ല. ഇനി മോഡ് ചില കേസസിലൊക്കെ ഇൽ ഡിഫൈൻഡ് ആയിട്ട് വരാം. പക്ഷെ ഒരിക്കലും മീഡിയനും മീനും അങ്ങനെ ഇൽ ഡിഫൈൻഡ് ആയിട്ട് വരാറില്ല. സോ അതാണ് അതിൻ്റെ ഒരു. സോ നെക്സ്റ്റ് ഇസ് റിലേഷൻഷിപ്പ് എമംഗ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇപ്പം നോർമലി നമ്മളത് രണ്ട് രീതിയിലാണ്. ഇൻ കേസ് ഓഫ് symmetric distribution and in case of moderately asymmetric distribution. Symmetric distribution എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ആയാലും മോഡ് ആയാലും മീഡിയൻ ആയാലും കണ്ടുപിടിക്കുന്ന സീരീസിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എക്സ്ട്രീം വാല്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ ആ നോർമൽ കർവ് പോലെ ഏകദേശം നമുക്ക് ആ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. സോ ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ആണ്. ഇഫ് ഇറ്റ് ഇസ് മോഡറേറ്റ്ലി അസിമെട്രിക്കൽ, എക്സ്ട്രീം വാല്യൂസ് വരികയാണെങ്കിൽ, ടൂ മച്ച് അല്ല, ഒരു കുറച്ചൊക്കെ ഒരു എക്സ്ട്രീം വാല്യൂസ് കൂടി ഈ സീരീസിൽ വരികയാണെങ്കിൽ നമ്മൾ മോഡറേറ്റ്ലി അസിമെട്രിക്കൽ എന്ന് പറയും. അപ്പം ആ കേസിൽ നമ്മൾ പറഞ്ഞു മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. അപ്പം അവിടെ നമ്മൾ മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നാണ്. സോ നോർമലി ദിസ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇൻ കേസ് ഓഫ് സിമെട്രിക്, mean equal to median is equal to mode. In case of asymmetric distribution, mode is equal to 3 median minus 2 mean. So now let's see a few exercises of this. So here in this question നമുക്ക് mean തന്നിട്ടുണ്ട്, median ഉണ്ട്, what is mode എന്നാണ്. So mode is equal to 3 median minus 2 mean. So here mean is 30 and median is 27. So 3 into 27 minus 2 into 30. So you will get the mode as 21. അപ്പം അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ how you are going to find the mode using the relation between mean, median and mode. So second question, in a moderately asymmetrical distribution, the mode and mean are 32.1 and 35.4 respectively. Calculate median ആണ്. അപ്പോൾ മോഡ് തന്നിട്ടുണ്ട്, മീൻ തന്നിട്ടുണ്ട്. യു നോ ദ റിലേഷൻ, മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. സോ മോഡ് എന്താ മീൻ എന്താന്ന് അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മീഡിയൻ ആസ് 34.3. So in the third question,
For a frequency distribution, median is 132.8, mode is 141.3, mean എത്രയാണ്? So mode is equal to 3 median minus 2 mean. So you have mode, you have median. Here you are asked to find the mean. So അതിവിടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ mode is equal to 141.3. 3 into median എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 132.8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 398.4 മൈനസ് 2 മീൻ കിട്ടും. സോ നമുക്ക് ഇവിടെ പോസിറ്റീവ് സൈൻ ഉള്ളൊരിതിനെ ഇപ്പം ഈക്വലിൻ്റെ നെക്സ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും. അതാണ് 141.3. ഈ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 398.4 ആവണത് ഈക്വൽ ടു മൈനസ് 2 മീൻ. അപ്പം നമുക്ക് 141.3 390, അപ്പോൾ അത് ചെറുതെന്ന് വലുതാണ്. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ മൈനസ് 257.1 is equal to minus 2 mean. അപ്പോൾ മൈനസും പോവും. മീൻ ഈസ് ഈക്വൽ ടു 257.1 by 2 128.55. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്കിവിടെ -2 എന്നുള്ളതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടുന്ന് മൈനസ് ഈക്വലിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ 2 മീൻ ആവും. ഈ 141.3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 141.3 ആവും. അപ്പോഴും ഇതേ ആൻസർ തന്നെ കിട്ടും. അത് മാത്സിൽ സൈനാണ്. ഈക്വലിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പ്ലസും മൈനസും മാറുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ്. അത് ബേസിക് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചതാണ്. ബട്ട് സ്റ്റിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. അത് വലിയൊരു സംഭവമല്ല.